ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഇതിനു മുമ്പ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, രണ്ട് തുണികൾ തമ്മിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. ത്രെഡ് ഹാൻഡ് എംബ്രോയ്ഡറി വെച്ചിട്ട് നമ്മൾ ക്രോഷ്യോ വെച്ച് ചെയ്യും. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ആങ്കർ ത്രെഡ് അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് രണ്ട് തുണികൾ ജോയിൻ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുമായിരിക്കും, ചുരിദാറിലാണെങ്കിലും രണ്ട് പീസസ് ജോയിൻ ചെയ്ത് തയ്ച്ചേക്കുന്നത്. അതുപോലെ തന്നെ സാരീസിൽ, ഷോളിൽ, അങ്ങനെ പല ടേബിൾ മാറ്റിൽ, അങ്ങനെ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. അതിന് ഈ ജോയിനിങ് സ്റ്റിച്ചിന് വേറൊരു പേരും കൂടെ പറയും, റാൻഡ എംബ്രോയ്ഡറി എന്നാണ് പറയുന്നത്. അതൊരു ഇസ്ലാമിക് ആർട്ട് വർക്കാണ്. അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്, അവരുടെ വർക്കാണ്. അപ്പോൾ അവർ ചെയ്യുന്ന യൂഷ്വലി സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന ആങ്കർ ത്രെഡ് വെച്ചിട്ടാണ്. സിൽക്ക് ത്രെഡ് ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞ പോലെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ അത്രമാത്രം അറിയാവുന്നവർ മാത്രം അത് യൂസ് ചെയ്യാൻ പോകുക. അല്ലെങ്കിൽ പെട്ടെന്ന് കെട്ടുകൂടും, പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ആ ഫിനിഷിങ്ങും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പഠിക്കുവാണെങ്കിൽ എപ്പോഴും ആങ്കർ ത്രെഡ് വെച്ച്, അല്ലെങ്കിൽ ആങ്കർ ത്രെഡ് വേണമെന്നില്ല, DMCയോ ഏതെങ്കിലും ഒരു കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം നമുക്ക് സിൽക്ക് ത്രെഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കെട്ടൊന്നും കൂടാണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റാൻഡ എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു നോക്കാം. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പോൾ റാൻഡ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ 1 പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞൊരു കോട്ടൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 2 മെറ്റീരിയൽ അല്ലെങ്കിൽ 2 പീസസ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ 2 പീസായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് 2 പീസായിട്ടുള്ള ഒരു പ്ലെയിൻ ക്ലോത്ത് ആക്കിയിട്ട് മടക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ മടക്കുകയാണ്. അപ്പോൾ ഇത് മടക്കുമ്പോൾ കൃത്യമായിട്ട് മടക്കുക. ഇതുപോലെ നല്ലോണം മടക്കി, അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ നമ്മൾ മടക്കുകയാണ്. നല്ലോണം മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മടക്കിയതിന് ശേഷം ഇത് അതുപടി ഇരിക്കാനായിട്ട് ഈ മടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അയൺ ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയൺ ബോക്സ് കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് മടക്ക് അതുപടി ഇരുന്നോളും. ഇനി നമുക്ക് ജസ്റ്റ് പഠിക്കാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫ്രെയിം ഇട്ടിട്ട് നമുക്ക് തയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്ലീവിലോ അല്ലെങ്കിൽ സാരിയിലോ ഒക്കെ സാരിയിലൊക്കെ തയ്ക്കുവാണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രെയിം ഇടാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് നീഡിൽ കൊണ്ട് ഒന്ന് ഉടക്കി കൊടുക്കാം. ഇവിടെയും അതുപോലെ തന്നെ ഈ 2 സൈഡിലും നീഡിൽ വെച്ചിട്ട് ഉടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നീഡിലോ അതല്ലെങ്കിൽ പിന്നോ വെച്ചിട്ട് കുത്തി വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ഇല്ലാണ്ട് തന്നെ നമുക്ക് തയ്ച്ച് തുടങ്ങാം. ഞാൻ കാണിച്ചു തരാം നീഡിൽ വെച്ച് എങ്ങനെയാണ് കുത്തേണ്ടതെന്ന്. ഇപ്പം നമ്മൾ ഈ എൻഡിൽ നിന്ന് വേണമല്ലോ തയ്ച്ച് തുടങ്ങാനായിട്ട്. അപ്പം നമ്മൾ താഴെ വെച്ചേക്കുന്നത് ഇപ്പം ഇത് 2 മെറ്റീരിയലാണെന്ന് വെച്ചോ, 2 മെറ്റീരിയൽ ഒരു പ്ലെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 2 മെറ്റീരിയൽ ഇതുവരെ തന്നെ മടക്കി സൈഡൊന്ന് ബെൻഡ് ചെയ്തിട്ട് കുറച്ച് ഭാഗം ഉള്ളിലോട്ടാക്കി 2 ക്ലോത്തിൻ്റെ ബെൻഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ആ ബെൻഡ് ചെയ്ത പോർഷനും ഉള്ളിലോട്ടുള്ള പോർഷനും ഇതുമായിട്ട്, ഈ ഒരു മേളിലുള്ള ക്ലോത്തുമായിട്ട് ഇതുപോലെ മടങ്ങാതെ സ്ട്രെയിറ്റ് ആയിട്ട് പിന്ന് കുത്തി വെക്കുക. പിന്നോ നീഡിലോ അത് നിങ്ങൾക്ക് ഉള്ളതുപോലെ എന്താണെന്ന് വെച്ചാൽ അത് 2 സൈഡിലും ഇവിടെയും 2 സൈഡിലും ഇതുപോലെ കുത്തി വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ പിന്നെ ഇത് ഇനിയിപ്പം മാറിപ്പോവില്ല, എല്ലായിടത്തും ഈക്വലായിട്ട് തന്നെ ഇരുന്നോളൂ. ഇതിപ്പം താഴെ ഒരു തുണി വെച്ചേക്കുന്ന കാരണം ആ തുണിയായിട്ട് അറ്റാച്ച് ചെയ്താണ് ഞാൻ കുത്തുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തുണി താഴെ ഇല്ല, ഈ 2 ജോയിൻ ചെയ്യുന്ന 2 മെറ്റീരിയൽ മാത്രമേ ഉള്ളെങ്കിൽ ഈ 2 മെറ്റീരിയലിൻ്റെയും താഴത്തോട്ട് മടക്കി വെച്ചേക്കുന്ന പോർഷൻ വെച്ചിട്ട് വേണം കുത്തി വയ്ക്കാൻ. അപ്പോൾ ഇതുപോലെ 2 ഇതുപോലെ ഇവിടെയും 2 സ്ഥലത്തും കുത്തി വയ്ക്കുക. അപ്പം മാറിപ്പോകത്തില്ല. ഇനി നമുക്ക് ഫ്രെയിമൊന്നും ഇല്ലാണ്ട് ഈ കോർണറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകാം. അപ്പം ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഫ്രെയിം ഇട്ടാണ്. ഫ്രെയിം ഇടുന്നത് യൂഷ്വലി ഇതിൻ്റെ മേളിലൊന്ന് ഫ്രെയിം ഇട്ടേച്ചാൽ മതി. സാധാരണ നമ്മളിടുന്ന പോലെ താഴത്തെ താഴെ ക്ലോത്തിൻ്റെ താഴെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മേളിൽ ഫ്രെയിം വയ്ക്കുക.
അപ്പം ഇത് ഫ്രെയിം ഇടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അകന്നു പോകും. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഈ മടക്കി വെച്ചിരിക്കുന്ന 2 സൈഡും ഇങ്ങനെ നിവർന്ന് പുറത്തോട്ട് വരും. അപ്പം അത് പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ നടുക്ക് പോർഷനിൽ വേണമെങ്കിൽ ഇതുപോലെ പിന്നെ കുത്തി വെച്ചിട്ട് ഫ്രെയിം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അകന്നു പോകത്തില്ല. ഫ്രെയിം ഇട്ട് വലിക്കാൻ നേരത്ത് അകന്നു പോകത്തില്ല. അത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പിന്നെ കുത്തി വെച്ചാൽ മതി, അല്ലെങ്കിൽ നീഡിൽ കുത്തി വെച്ചിട്ട് ഫ്രെയിം ഇടുക. എന്നിട്ട് ടൈറ്റായിട്ട് തന്നെ ഫ്രെയിം ഇടുക. ഫ്രെയിം ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഊരിയെടുക്കാം. നല്ലോണം വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇത് ഊരിയെടുക്കാം. ഇനി നമ്മൾ തയ്ക്കാനായിട്ട് ഇവിടെ ഞാൻ ആങ്കറിൻ്റെ ത്രെഡാണ് 6 strands ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം 6 strands ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അടിയിൽ ഞാൻ നോട്ടൊന്നും ഇട്ടിട്ടില്ല. നോട്ടിട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ, നോട്ടില്ലാണ്ട് എങ്ങനെയാണ് തയ്ക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ലെഫ്റ്റ് ടു റൈറ്റിലോട്ടാണ് തയ്ക്കുന്നത്. അപ്പം അത് ഇടാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നീഡിലെടുക്കണം. ഞാനിപ്പോൾ ഈ എൻഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നീഡിൽ താഴത്തുനിന്ന് നമ്മൾ ഈ താഴത്തെ തുണിയിൽ നമ്മൾ സൂചി തൊടുന്നില്ല. ഈ മടക്കി വെച്ചേക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ലോത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കുകയാണ്. ഇത് ആങ്കറിൻ്റെ 6 strands തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോട്ടില്ലാത്തതുകൊണ്ട് മുഴുവനും വലിക്കരുത്, ഊരിപ്പോരും. കുറച്ച് ഭാഗം അവിടെ വെച്ചിട്ട് വേണം നമ്മൾ. ഇപ്പോൾ ഇത്രയും ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നോട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങ് വലിച്ചാൽ മതി. ഇത് നോട്ടില്ലാത്തതുകൊണ്ടാണ്. ഇത് ഉള്ളിലോട്ട് അങ്ങ് വെച്ചോളൂ. ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് കൈ പിടിച്ചോ അവിടെ, ഊരിപ്പോരാണ്ടിരിക്കാൻ വേണ്ടി. ഈ പൊസിഷനിൽ നിന്ന് തന്നെ നമ്മളൊരു ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. ഇവിടുന്ന് ചെയിനാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഈ ത്രെഡ് ഊരിപ്പോരാണ്ട് ഇങ്ങനെ ത്രെഡിൽ തന്നെ പിടിച്ചിട്ട് വേണം സൂചി വലിക്കാൻ, അല്ലെങ്കിൽ ഊരിപ്പോരും നോട്ടില്ലാത്തതുകൊണ്ട്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ വലിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു. അതിനി പയ്യെ ഇതിൽ പിടിച്ചിട്ട് തന്നെ ഒന്ന് മുറുക്കെ വലിച്ചാൽ മതി. ഇനി നമ്മൾ മേളിൽ നിന്ന് ഈ സെയിം പോയിൻ്റ് മേളിൽ നിന്ന് ആ സെയിം സ്ഥലത്ത് മേളിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് തയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രെയിം ഒന്ന് ചുറ്റിച്ചെടുക്കാം. എൻ്റെ വശത്തോട്ട് ഞാനൊന്ന് വെച്ചതാണ്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇനി മേളിൽ നിന്ന് ഇതിൻ്റെ നേരെ പാരലായിട്ട് വേണം കുത്താനായിട്ട്. ഇവിടെ ഇങ്ങനെ നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇനി വെക്കേണ്ടത്. ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നീഡിലിൻ്റെ മേളിലോട്ട് വെക്കുന്നത്. ട്വിസ്റ്റ് ചെയ്തിട്ട് ത്രെഡ് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ മേളിൽ കൂടെ, നീഡിലിൻ്റെ മേളിൽ കൂടെ പാസ് ചെയ്ത് താഴത്തേക്ക് കൂടെ ത്രെഡ് വയ്ക്കുക. എന്നിട്ട് ത്രെഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ത്രെഡിൽ വലിച്ച് പിടിച്ചുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ വലിച്ചെടുക്കുക. അല്ലെങ്കിൽ ലൂസായി പോകും, അതുകൊണ്ടാണ് ആ ത്രെഡിൽ വലിച്ച് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഒരു നോട്ടായി, ഇപ്പുറത്തെ കോർണറിൽ ഒരു നോട്ടായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തയ്ക്കാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫ്രെയിം തിരിക്കേണ്ട വരും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാണുമ്പോൾ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തയ്ച്ച ഈ ബാർ, ഇപ്പം ഈ ത്രെഡ്, ആ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നീഡിൽ പാസ് ചെയ്യരുത്, ഇങ്ങനെ വെക്കുക. എന്നിട്ട് വീണ്ടും നീഡിലെ മേളിൽ കൂടെ ത്രെഡ് പാസ് ചെയ്യുക, താഴത്തേക്ക് കൂടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അവിടെ കൈ പിടിച്ചുകൊണ്ട്, തം ഫിംഗർ പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ വലിക്കുക. എന്നിട്ട് അപ്പോൾ അവിടെ ഈ ബാറിൻ്റെ നടുക്ക് ഒരു നോട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത പൊസിഷൻ ഇവിടെ എത്ര ദൂരം കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി അകത്തി കുത്തിയാൽ വലിഞ്ഞു പോകും. അപ്പോൾ ഒത്തിരി അകത്തണ്ട, തൊട്ടടുപ്പിച്ച് തന്നെ നമ്മൾ അടുത്തത് ഇതിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ നോക്കണം, താഴത്തെ തുണിയായിട്ട് നമ്മൾ കുത്തരുത്. ഈ ഒരു തുണിയായിട്ട് പീസ് മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഞാനിപ്പോൾ പോണത്. ഇവിടെ എടുത്തു. ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ത്രെഡ് ഇങ്ങനെ വയ്ക്കുന്നു. നല്ലോണം ടൈറ്റൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ ഒരു നോട്ട് ഇട്ടു, അതിൻ്റെ ഇപ്പുറയായിട്ട് ഒരു ത്രെഡ് ഉണ്ട്. ഇതിൻ്റെ ഇപ്പുറയായിട്ട് ഈ നോട്ടിൻ്റെയും
ഇവിടെ നമ്മൾ നോട്ട് ഉണ്ടാക്കിയതിൻ്റെ നടുക്ക്, ഈ ത്രെഡിൻ്റെ നടുക്ക് നമ്മൾ നോട്ട് ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കണം. ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നീഡിലെടുക്കണം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് ആ ത്രെഡ് വെക്കുക നീഡിൻ്റെ മേളിൽ. എന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ ഒരു നോട്ട് വന്നു. ഇനി ഈ ഇവിടെ വെച്ചേക്കുന്നതിൻ്റെ നേരെ പാരലായിട്ട് മേലത്തെ ത്രെഡിൽ ഇവിടെ വെക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഫ്രെയിം ചുറ്റിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പാരലായിട്ട് ഇവിടെ നമ്മൾ എടുക്കുകയാണ്. ഈ എടുക്കുമ്പോഴൊന്നും താഴത്തെ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യരുത്. വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. ഇവിടെ ത്രെഡ് വലിച്ചു പിടിക്കുന്നു. നമ്മൾ ഇതുപോലെ വലിക്കുകയാണ്. എന്നിട്ട് നല്ലോണം അവിടെ ടൈറ്റൻ ചെയ്യാണ്. ഇനി നമ്മൾ താഴത്തോട്ട് പോരുവാണ്. ഇനി ഇവിടെ ഇങ്ങോട്ടേക്കാണ് പോണത്. ഇങ്ങോട്ടേക്ക് പോണതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു നോട്ട് ഇട്ടു. ആ നോട്ടും ഈ താഴത്ത് അറ്റാച്ച് ചെയ്തതിൻ്റെ ഇടയിലൊരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വലിക്കുക. കുറച്ചും കൂടെ സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇനി അടുത്ത് ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുക. എല്ലായിടത്തും ആ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം നമ്മളിവിടെ നോട്ട് ഉണ്ടാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ നോട്ടിൻ്റെ മേളിലും ഈ നോട്ടിൻ്റെ ഇടയിൽ ഒരു ത്രെഡ് ഉണ്ടാകും. ആ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നീഡിലെടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് വലിക്കണം. ഇനി മേളിൽ ഇതിൻ്റെ പാരലായിട്ട് മേളിൽ ഇവിടെ തന്നെ നമ്മൾ കുത്തിയെടുക്കണം. ഇതിൻ്റെ പാരലൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ ഇതുവരെ എടുക്കണം. ത്രെഡ് എപ്പോഴും നീഡിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഇനി ആ മേളിൽ നിന്ന് നമുക്കിനി താഴത്തോട്ടാണ് വരേണ്ടത്. താഴത്തോട്ട് വന്നെങ്കിൽ ആദ്യം ഈ നോട്ടിൻ്റെയും ഇതിൻ്റെയും ഇടയിലുള്ള ത്രെഡിലെ ഇടയിൽ കൂടെ വേണം നമുക്ക് നീഡിൽ പാസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല സൂമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നീഡിൽ ഇതുപോലെ പാസ് ചെയ്യുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക, വലിക്കുക. ഇതുപോലെ ഇത് ഒരു മെത്തേഡാണ്. ഇതിന് പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്. ഈ ഡിസ്റ്റൻസ് ഇനി വെക്കുന്നതെല്ലാം ഈക്വൽ ആയിരിക്കണം. അടിയത്തെ തുണിയിൽ അറ്റാച്ച് ചെയ്യാണ്ടും കുത്തിയെടുക്കണം. ഇങ്ങനെ നമുക്ക് ചുരിദാറിൻ്റെ സ്ലീവ്സിൽ അല്ലെങ്കിൽ ഫുൾ ചുരിദാറിൽ റണ്ണിങ് ആയിട്ട് തയ്ക്കാം. താഴത്തോട്ട് ഇങ്ങനെ ഒരു ലൈനായിട്ട് അങ്ങനെ തയ്ക്കാം. സാരീസിൽ, പിള്ളേരുടെ ഉടുപ്പിൽ, അങ്ങനെ ഈവൻ ബെഡ്ഷീറ്റിലാണെങ്കിലും ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ഈ നോട്ടിൻ്റെ ഇടയിലുള്ള ത്രെഡിലാണ് ഞാൻ എടുക്കുന്നത്. നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം വലിക്കുക. നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയിൽ ഇതിങ്ങനെ ഒരേ കളങ്ങളായിട്ട് വരുന്നേക്കുന്നത്. അപ്പോൾ അതുവരെ ഇങ്ങനെ ഫുള്ളും തയ്ച്ച് പോവുക. ഇതാണ് ഒരു മെത്തേഡ് നമ്മുടെ. ഇതിൻ്റെ പാരലായിട്ട് തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക. ഓരോ വട്ടം എടുക്കുമ്പോഴും അതിൻ്റെ പാരലായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. ഇനി ഇത് എവിടെയായിരിക്കും? ഈ നോട്ടിൻ്റെ ഇടയിലുള്ള ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. അപ്പോൾ ഈ ഒരു ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കണം. ഇങ്ങനെ
എന്നിട്ട് ഇതുവരെ മേളിൽ കൂടെ നീഡിലിൻ്റെ മേളിൽ കൂടെയും താഴത്തെ കൂടെ ആയിട്ട് നീഡിൽ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്ലീവ്സിലൊക്കെ ഇതുപോലത്തെ വർക്ക് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ സാധാ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ക്രോഷ്യയുടെ ത്രെഡ് ഒന്നും യൂസ് ചെയ്യേണ്ട, നീഡിലും യൂസ് ചെയ്യേണ്ട, സാധാ നീഡിലും ത്രെഡും യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇതുപോലത്തെ ലീസ് ഇൻ ബിറ്റ്വീൻ നമുക്ക് വർക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനും നമുക്ക് തയ്ച്ച് തീർത്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരേ വിടവുകൾ നല്ല വൃത്തിയായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ കളമായിട്ട് മേളിലൊരു ഓട്ടയുണ്ട്, താഴെ ഒരു ഓട്ട, അങ്ങനെ കളമായിട്ട് ഇങ്ങനെ ഓരോ ഹോൾസ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അകത്തി വെച്ചാൽ മതി തുണി. അപ്പോൾ ഒട്ടും അകൽച്ച വേണ്ട, ഇതുവരെ അടുത്ത് വേണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വെക്കുക. അല്ല, കുറച്ച് അകന്ന് ത്രെഡ് കുറച്ചും കൂടെ കാണണം, ഈ വിടവ് കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ തുണി കുറച്ച് മാറ്റി രണ്ട് തുണി മാറ്റി വെക്കുക, മടക്കി മാറ്റി വെക്കുക, രണ്ട് സൈഡിലോട്ടും അകത്തി വെക്കുക. എന്നിട്ട് തയ്ച്ചാൽ കുറച്ചും കൂടെ വിടവിൽ വരും. അപ്പോൾ ത്രെഡ് വർക്ക് കുറച്ചും കൂടെ കാണാനുണ്ടാകും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുപ്പിച്ച് എന്നിട്ട് കുറച്ച് വിടവിൽ ഈ ത്രെഡ് വർക്ക് വരുന്നതാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞവരെ ഇത് ഒരു മെത്തേഡാണ്. ഇതുപോലെ പല മെത്തേഡ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്. ഇനി ഇതിൽ വേരിയേഷൻസ് ആയിട്ടുള്ള ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. യുണീക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചുരിദാറും സാരിയോ ടേബിൾ മാറ്റ് ആയാലും എന്തായാലും ഇതുപോലെ ഒരു വർക്ക് ചെയ്താൽ ഒരു യുണീക്ക് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.